ഈശ്വരക്കം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം വഴിയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. നമ്മുടെ വിശ്വാസം നിരന്തരം പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ്. വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളെ നിരന്തരം പരിശോധിക്കുകയും ഏത് തരത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത് എന്നത് തിരിച്ചറിയുകയും വേണം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 5-ാം തിരുവചനത്തിൽ ശ്ലീഹ പറയും, വിശ്വാസം പരീക്ഷിക്കപ്പെടുന്നതിലൂടെ എന്താണ് സംഭവിക്കേണ്ടത്? യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? എങ്കിൽ നിങ്ങൾ വിശ്വാസത്തിൽ വീണുപോയിരിക്കുന്നു എന്നാണ് ശ്ലീഹ പറയുന്നത്. നമ്മുടെ വിശ്വാസം എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നത്? എന്താണ് വിശ്വാസത്തിന്റെ പ്രതിഫലമായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വിശ്വാസത്തിന്റെ പ്രവൃത്തികളായി നാം തിരിച്ചറിയുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് ഏകമായ ഒരു ബോധ്യം നമുക്കുണ്ട്. സഭയുടെ വിശ്വാസമാണ് വിശ്വാസത്തിൽ ഏകത നൽകുന്നത്. വിശ്വാസം ഒരു ദൈവിക ദാനമാണ്, അതേസമയം സഭാത്മകമായ ഒരു പ്രവൃത്തിയാണ്. സഭയുടെ കൂട്ടായ്മയും സഭയുടെ ബോധ്യവുമാണ് വിശ്വാസത്തെ നമ്മെ മുമ്പോട്ട് ചരിക്കേണ്ടത്. സഭ നമ്മെ പഠിപ്പിക്കുന്നത് എന്നും തിരിച്ചറിയുകയും വിശ്വാസം വഴിയെ ചരിക്കുകയും ചെയ്യാൻ കഴിയുമ്പോൾ മാത്രമേ ഏക വിശ്വാസത്തിൽ ഉറയ്ക്കുന്നവരായി നമുക്ക് മാറാൻ പറ്റൂ. അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മാമോദീസയുടെ കൃപാവരം നമ്മിൽ പ്രവർത്തിക്കുന്നത് തിരിച്ചറിയാനും ദൈവത്തിന്റെ സ്നേഹത്തിനുള്ള പ്രത്യുത്തരമായി ജീവിതം സമർപ്പിക്കാനും നമുക്ക് കഴിയും. ഇപ്രകാരം പറയാനിടയായത് ഒരു സന്ദേശം കണ്ടതുകൊണ്ടാണ്. നിങ്ങൾ ദൈവത്തിന് ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ദൈവനാമത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ നന്മകൾ ദൈവം പ്രതിസമ്മാനിക്കും. അവ വൈകിക്കുകയില്ല. ദൈവം കടക്കാരനായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഈ സന്ദേശം പറയുന്നത്. ഈ സന്ദേശത്തിന് കീഴ്വന്ന് നിരവധി പേർ ആമേൻ പറയുന്നുണ്ട്. ദൈവം പ്രതിഫലം വൈകിപ്പിക്കുന്നവനല്ല. നീ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്കൊക്കെ ദൈവം നിനക്ക് പ്രതിനന്മകൾ നൽകും. ദൈവം അങ്ങനെ നൽകിയില്ലെങ്കിൽ ദൈവം കടക്കാരനാകും എന്ന് ഈ സന്ദേശം പറയാം. വാസ്തവത്തിൽ ദൈവത്തിൽ നാം പ്രത്യാശ വയ്ക്കുന്നത് ഒരു പ്രതിഫലേച്ഛയാലല്ല, നിത്യതയുമായുള്ള ബന്ധത്തിലാണ് വിശ്വാസം അർപ്പിക്കപ്പെടുന്നത്. ഈ പ്രതിഫലേച്ഛയിലാണെന്ന് പറയുമ്പോൾ അതിനുണ്ടാകുന്ന 2-3 തടസ്സങ്ങൾ, വിശ്വാസ സംബന്ധമായ വൈരുദ്ധ്യങ്ങൾ നാം തിരിച്ചറിയണം. ദൈവം നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്കൊക്കെ പ്രതിസമ്മാനിക്കും, അല്ലെങ്കിൽ ദൈവം കടക്കാരനാകും. ദൈവം കടക്കാരനാകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഉടനെ തന്നെ ഈ നന്മകൾക്ക് പ്രതിസമ്മാനിക്കും ദൈവം എന്ന് പറയുമ്പോൾ ദൈവവും നമ്മളും രണ്ടായി മാറുന്നു എന്നാണ് ആദ്യത്തെ പ്രശ്നം. യേശു ഈ ഭൂമിയിലേക്ക് വന്നിട്ട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നവനാണ്, നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കിലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു. നമ്മെ ദൈവമാക്കി മാറ്റാനാണ്, മണ്ണിൽ നിന്ന് വിണ്ണിലേക്ക് ഉയർത്താനാണ് ക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത്. ആ മനുഷ്യപുത്രൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി കുരിശിൽ സമർപ്പിക്കപ്പെട്ടതിലൂടെ നമ്മുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെട്ടു. അതുകൊണ്ടാണ് വിശ്വാസ വഴിയെ നാം ചരിക്കുന്നത്. പ്രതിസമ്മാനം എന്നത് നിത്യതയാണ് എന്ന പരമാർത്ഥം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നു. ദൈവം നമുക്ക് നന്മകൾ നൽകുന്നു എന്ന് പറയുമ്പോൾ ദൈവവും നമ്മൾ രണ്ടായിട്ട് നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം നൽകേണ്ട കാര്യം ദൈവത്തിനില്ല. കാരണം നാം ദൈവമക്കളാണ്. ദൈവത്തിന്റെ മക്കളായ നാം ദൈവത്തെ പ്രതി ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് ദൈവം പ്രതിസമ്മാനിക്കും. അവയൊക്കെ താൽക്കാലികമായ ഈ ലോകത്തിന്റെ കാര്യങ്ങൾ നേടിത്തരും എന്ന് പറയുമ്പോൾ, ദൈവം കടക്കാരനായിരിക്കുകയില്ലെന്ന് പറയുമ്പോൾ നാം യഥാർത്ഥത്തിൽ ദൈവത്തെ ഒരു ദാതാവും നമ്മുടെ സ്വീകർത്താവും മാത്രമായിട്ട് ചുരുക്കുന്നു. വാസ്തവത്തിൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകുക വഴി, അല്ലെങ്കിൽ പുത്രസ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തുക വഴി ദൈവികതയിൽ ഭാഗഭാഗത്വം നൽകുകയാണ്. നിത്യതയിൽ ഭാഗഭാഗത്വമുള്ളവരാണ് നമ്മൾ. അങ്ങനെ നിത്യതയിൽ ഭാഗഭാഗത്വമുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് ഈ ലോകത്ത് നന്മയുള്ളവരായി നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവിക നന്മകളാണ്. ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറ്റുമ്പോൾ ദൈവം നമ്മെ പ്രതിസമ്മാനിക്കും. ദൈവം നമുക്ക് നിത്യത സമ്മാനമായി നൽകുന്നുണ്ട്. നിത്യതയിലെ ഭാഗഭാഗത്വമാണ് ഉറപ്പാകുന്നത്, ഭൗമികമായ നന്മകളല്ല. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് വചനം പാലിക്കുമ്പോൾ, ദൈവേഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് നന്മകൾ നൽകും എന്ന് പറയുന്ന ഈ സന്ദേശത്തിന്റെ ഉള്ളടക്കം പഴയ നിയമമാണ്. പഴയ നിയമകാലത്ത് നിത്യതയുമായി ബന്ധപ്പെട്ടൊരു ബോധ്യം നിലനിൽക്കുന്നില്ല. ജോബിന്റെ പുസ്തകം ആരംഭിക്കുന്നതിന് മുൻപ് നിയമഗ്രന്ഥങ്ങളിലോ സംഖ്യാപുസ്തകത്തിലോ ലേവ്യരുടെ പുസ്തകത്തിലോ ഒന്നും സ്വർഗപ്രാപ്തി എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നില്ല. അഥവാ മനുഷ്യൻ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്ക് ദൈവം പറഞ്ഞത് കേൾക്കുമ്പോൾ
താൽക്കാലിക നന്മകൾ നൽകുന്നവനാണ് ദൈവം എന്നാണ് അന്ന് വരെ കരുതപ്പെട്ടിരുന്നത്. അപ്പോ നീ ദൈവത്തിന്റെ വചനം പാലിച്ചാൽ നിന്റെ വയലുകൾ അനുഗ്രഹിക്കപ്പെടുമെന്നും നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്നും നിനക്ക് സമ്പത്തുണ്ടാകുമെന്നും നീ ഐശ്വര്യപൂർണ്ണം ജീവിക്കുമെന്ന് ഈ പഴയ നിയമത്തിന്റെ പുസ്തകങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ നാം പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് പഴയ നിയമ പുസ്തകങ്ങളാകെ പഴയ നിയമം എന്ന നിലയ്ക്കാണ്. നിയമം എന്നത് രണ്ടേ ഉള്ളൂ. ഒന്ന് പഴയ നിയമം, അത് 10 കൽപ്പനകളാണ്. മോശ വഴി നൽകപ്പെട്ട 10 കൽപ്പനകൾ. ആ കൽപ്പനകളെ പൂർത്തീകരിക്കുന്ന ക്രിസ്തു പുതിയ നിയമമാക്കുന്നു. ദൈവത്തെയും സഹോദരനെയും സ്നേഹിക്കണമെന്ന കൽപ്പനയിലേക്ക് ചുരുക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയുന്നു കൽപ്പനകളുടെ പൂർണ്ണത സ്നേഹമാണ്. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തിൽ വ്യാപരിക്കുകയും റോമർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ 8 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ വ്യക്തമായത് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുമ്പോൾ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ സ്നേഹമാണ് പ്രവൃത്തികളുടെ പൂർണ്ണത എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് നമ്മുടേത്. സഭയുടെ വിശ്വാസം ഏകമായ വിശ്വാസമാണ്. അതുകൊണ്ട് സഭ എന്താണ് വിശ്വാസത്തെ കുറിച്ച് പറയുന്നത്, സഭ എവിടെ കാലൂന്നി നിൽക്കാനാണ് നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ഒരിക്കൽ പോകാനിടയായി. പണ്ടാണ് വിശ്വാസത്തിൽ പ്രാരംഭഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുൻപ്, വിശ്വാസത്തിന് മുൻപുള്ള അരക്ഷിതമെന്ന് തോന്നുന്ന ഒരു കാലത്ത് മന്ത്രവാദിയെ സമീപിക്കാനിടയായി. ഒരു സുഹൃത്തിന്റെ പ്രേരണ മൂലം മന്ത്രവാദിയുടെ അടുക്കൽ പോകുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങൾ ദേവാലയത്തിൽ പോയി 100 തിരി കത്തിക്കണമെന്നാണ്. കേൾക്കുമ്പോൾ വിശ്വാസത്തിനെതിരായ ഒരു പ്രവൃത്തിയായിട്ട് അത് തോന്നില്ല. നിങ്ങൾ ദേവാലയത്തിലാണ് പോകേണ്ടത്, ഇടവക ദേവാലയത്തിലാണ് പോകേണ്ടത്. 100 തിരി അവിടെ കത്തിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പെട്ടെന്ന് കേട്ടാൽ വളരെ നന്മയുള്ള കാര്യമായിട്ട്, വിശ്വാസത്തിലേക്ക് നമ്മൾ അടുപ്പിക്കുന്ന കാര്യമായിട്ട് തോന്നും. പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിനകത്ത് എന്ത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ആര് പറഞ്ഞിട്ടാണ്, എന്തിനെ പ്രതിയാണ് വിശ്വാസത്തിന്റെ ഈ പ്രവൃത്തി? സാധാരണഗതിയിൽ ദേവാലയത്തിൽ പോയി മെഴുകുതിരി കത്തിക്കുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് എന്തിന്റെ അനുസരണമാണ്? അവിടെ അനുസരിക്കുന്നത് ഈ മന്ത്രവാദത്തെയാണ്, അല്ലെങ്കിൽ ലോകത്തിന്റെ താല്പര്യങ്ങളെയാണ്. ഈ ലോകത്തിന്റെ താല്പര്യങ്ങളെ നിറവേറ്റി കിട്ടാൻ വേണ്ടി ലോകം പറയുന്നത് പ്രകാരം ദൈവത്തെ ആരാധിക്കുകയോ ദൈവത്തെ പ്രതി നന്മകൾ ചെയ്യുകയോ ചെയ്യുന്നതും ദൈവികമായ ഭക്താചാരങ്ങളിൽ അനുഷ്ഠാനങ്ങളിലും പങ്കുചേരുന്നതും വാസ്തവത്തിൽ ദൈവവിരുദ്ധമാണ്, വിശ്വാസവിരുദ്ധമാണ്. നമ്മൾ ഈ കേട്ട സന്ദേശം, നിങ്ങൾ ദൈവത്തെ പ്രതി ചെയ്യുന്ന എല്ലാ നന്മകൾക്കും ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകും, അത് വൈകിക്കുകയില്ല, കാലവിളമോ വരുത്തില്ല, ഇപ്പൊ തന്നെ നൽകും എന്ന് പറയുന്നതിന് പിന്നിലുള്ളത് ഒരു പഴയ നിയമ ബോധ്യമാണ്, മതാത്മകമായ ഒരു ബോധ്യമാണ്, വിശ്വാസത്തിന്റെ ബോധ്യമല്ല. വിശ്വാസത്തിന്റെ ബോധ്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ ഭൂമിയിൽ നന്മകൾ ചെയ്യൂ, പഴകിപ്പോകാത്ത തുരുമ്പും കീടങ്ങൾ നശിപ്പിക്കാത്ത നിത്യമായ സമ്പാദ്യമുള്ളവരായി മാറും, സ്വർഗത്തിൽ സമ്പന്നരായി മാറും. ഈ ഭൂമിയിലല്ല നിങ്ങളുടെ നന്മ പ്രവർത്തികൾ നിങ്ങളെ സമ്പന്നരാക്കുന്നത്, അത് സ്വർഗത്തിലാണ്, നിത്യതയിലാണെന്നാണ് വചനം പഠിപ്പിക്കുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ പലപ്പോഴും വ്യതിചലനം ഉണ്ടാകുന്നു, പലതരം മാർഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നു, നമ്മുടെ ബോധ്യങ്ങൾ പലതായിട്ട് മാറുന്നു. വിശ്വാസത്തിന്റെ ബോധ്യങ്ങളിലാണ് പിഴവുണ്ടാകുന്നത്. വിശ്വാസത്തിന്റെ ബോധ്യങ്ങളിൽ പിഴവുണ്ടാകുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ നന്മകൾ ചെയ്യുമ്പോൾ ദൈവം എനിക്ക് നന്മകൾ തിരിച്ചു നൽകും എന്ന് വിശ്വസിക്കുമ്പോൾ ദൈവവും ഞാനും രണ്ടായി മാറുന്നു. ദൈവത്തിലാണ് നമ്മളെന്ന് പറയുന്ന പരമാർത്ഥം നഷ്ടപ്പെടുന്നു. യേശുക്രിസ്തുവിനായിത്തീരുന്ന നമ്മിൽ ഓരോരുത്തരിലും ക്രിസ്തു വസിക്കുന്നുണ്ട് എന്നതാണ് പരമാർത്ഥം. അതുകൊണ്ടാണ് കൊറിന്ത്യർ ലേഖനം പറഞ്ഞത്, ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ, ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. യേശു നമ്മുടെ അകമയെന്നും നമ്മുടെ ജീവിതത്തിൽ നിന്നും ജീവിതത്തിന്റെ നിയന്ത്രണമാണെന്നും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ക്രിസ്തു നമുക്ക് നൽകുന്ന അവസരങ്ങളാണെന്നും ദൈവത്തോട് പ്രത്യുത്തരിക്കാനുള്ള അവസരങ്ങളും പ്രതിസ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുമാണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കുകയാണ് വേണ്ടത്. വാസ്തവത്തിൽ നമ്മുടെ കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖവും രോഗവും ദുരിതങ്ങളുമെല്ലാം ദൈവവുമായി ഐക്യപ്പെടാനും ദൈവസ്നേഹത്തിൽ ഉറയ്ക്കാനും ദൈവത്തെ പ്രതി അവ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ പക്ഷം ചേർന്ന് നിൽക്കാനുള്ള വിളികളാണ്. നമ്മുടെ ജീവിതത്തിൽ 2 പ്രലോഭനങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, നമുക്ക് സുഖഭോഗങ്ങളുള്ള താല്പര്യങ്ങളാണ്, ഇഷ്ടങ്ങളുള്ള താല്പര്യങ്ങൾ. ഇഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോകുന്നു. കണ്ണിന് കൗതുകരം, ആസ്വാദ്യം, അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യം എന്ന നിലയ്ക്ക് പലവിധ കാര്യങ്ങളെ കുറിച്ചുള്ള താല്പര്യങ്ങൾ നമ്മൾ ജനിക്കുന്നു. ഈ താല്പര്യങ്ങൾ പ്രലോഭനമാണ്. ഈ താല്പര്യങ്ങൾ സൗമ്യമായ പ്രലോഭനമാണ്. ഈ താല്പര്യങ്ങൾ നമ്മുടെ മജ്ജയെയും മാംസത്തെയും തുളച്ചു കിടക്കാൻ പ്രാപ്തിയുള്ളവയാണ്. അവ നമ്മുടെ ശാരീരിക അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ സാധാരണത്വത്തിൽ നിലകൊള്ളുന്നതാണ്. രണ്ടാമത്തെ പ്രലോഭനം, ഇത്തരം പ്രലോഭനങ്ങളെ അതിജീവിക്കുമ്പോഴും സഹനം ഒരു പ്രലോഭനമായി നമ്മുടെ മുമ്പിലുണ്ട്.
കഷ്ടതയും ദാരിദ്ര്യവും ദുഃഖവും രോഗവും ദുരിതവുമെല്ലാം പ്രലോഭന ഹേതുക്കളായി നമ്മുടെ മുമ്പിലുണ്ട്. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കലാണ് ക്രിസ്തുവിൽ യഥാർത്ഥത്തിൽ സാധ്യമാകേണ്ടത്. യേശു നന്മ ചെയ്ത ആളാണ്. യേശു എന്തെങ്കിലും ഒരു തിന്മ ചെയ്തിട്ടില്ല. മറ്റുള്ളവരെ സഹായിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും നന്മ ചെയ്യുകയും അപ്പം വർദ്ധിപ്പിക്കുകയും നല്ല വാക്ക് പറയുകയും ചെയ്യുന്ന യേശു എങ്ങനെയാണ് ഈ ലോകത്ത് ശിക്ഷ ഏറ്റുവാങ്ങുന്നത്? ദൈവത്തിന്റെ പുത്രനായിരിക്കെ ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന ദൈവത്തിന്റെ ഏകജാതൻ നമ്മുടെ ഇടയിൽ ജീവിക്കുമ്പോൾ നന്മകൾ മാത്രം ചെയ്തിട്ടും നല്ലവനായി പ്രകാശിച്ചിട്ടും എന്തുകൊണ്ടാണ് അവന് ഭൗതികമായ നന്മകൾ ലഭിക്കാതെ പോയത്? അവനോട് പിശാച് പറയുന്നുണ്ട്, നീ എന്നൊന്ന് കുമ്പിട്ട് ആരാധിച്ചാൽ നിനക്ക് ഈ ഭൗതിക നന്മകളെല്ലാം ഞാൻ നൽകാം. വിശുദ്ധ പത്രോസ് പറയുന്നുണ്ട്, നമുക്കൊന്ന് വഴിമാറിപ്പോകാം, ഈ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടാം. ഈ കഷ്ടതയിൽ നിന്ന് രക്ഷപ്പെടലോ പിശാചിനെ കുമ്പിട്ട് ആരാധിച്ച് എല്ലാ സൗഭാഗ്യങ്ങളും നേടുന്നതോ അല്ല, സഹന വഴിയിലൂടെ ദൈവത്തിന് തന്നെ സമർപ്പിച്ച് വിശ്വാസം ഉറപ്പിക്കുകയാണ് വേണ്ടത്. നാം ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തു സ്വന്തം പുത്രനായിരിക്കെ അവന് ഈ ലോകത്ത് സഹനങ്ങൾ നേരിടേണ്ടി വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങളെ കുറിച്ച് പരിതപിക്കുന്ന ഒരർത്ഥമില്ല. ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിൽ ഉറച്ച് സഹനങ്ങളെ നേരിടുകയും സഹനങ്ങളെ സ്വീകരിക്കുകയും സ്നേഹത്തെ പ്രതി അവയെ ജയിക്കുകയും ചെയ്യാണ് നമ്മുടെ കടമ എന്നാണ് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലാതെ നിങ്ങൾ ഇപ്രകാരം പ്രവർത്തിച്ചാൽ, നിങ്ങൾ കുമ്പസാരിച്ചാൽ, മദ്യപാനം നിർത്തിയാൽ, നിങ്ങൾ നല്ലവരായി ജീവിച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനം ആളുകളോട് പറയാൻ തുടങ്ങിയാൽ, നിങ്ങൾ ഈ പത്രം മറ്റുള്ളവർക്ക് കൊടുത്താൽ, ഇങ്ങനെയൊക്കെ നിങ്ങൾ നന്മ പ്രവൃത്തികളിലൂടെ കാരുണ്യ പ്രവൃത്തികളിലൂടെ കടന്നുപോയാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും, നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറി കിട്ടുമെന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മന്ത്രവാദി പറഞ്ഞതിന് തുല്യമായ പ്രവൃത്തിയിലേക്ക് നമ്മൾ മാറും. വിശ്വാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം ഒരു താൽക്കാലികതയാകുമ്പോൾ, വിശ്വാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്തെങ്കിലും ഒരു നേട്ടമായി മാറുമ്പോൾ അത് അന്ധവിശ്വാസമാണ് എന്ന് തിരിച്ചറിയണം. ഈ ലോകത്തിന്റെ സാമാന്യതകൾ നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തെ ഉപകരണമാക്കുന്ന ഉപകരണാത്മകവാദം യഥാർത്ഥത്തിൽ മന്ത്രവാദമാണ്. അതുകൊണ്ടാണ് അത്തരം പ്രാർത്ഥനാ സങ്കേതങ്ങളും അത്തരം പ്രാർത്ഥനകളും അബദ്ധമാണ്, വിശ്വാസ വിരുദ്ധമാണ് എന്ന് നമ്മൾ പറയുന്നത്. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ദൈവത്തോട് ശാഠ്യം പിടിച്ചൊരു കാര്യം നേടിയെടുക്കാമെന്ന് പ്രതീതി ജനിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ അപ്രകാരം ഉപവസിക്കുകയും നന്മകൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് ദൈവം പ്രതിസമ്മാനം നൽകുമെന്ന് വിശ്വസിക്കുന്നു. അത് ഭൗമികതയാണെന്ന് വിശ്വസിക്കുന്നു. ഇതൊരു പഴയ നിയമ ബോധ്യമാണ്. കൽപ്പനകൾ പാലിക്കുന്നവരെ കുറിച്ച് നിയമാവർത്തനത്തിൽ 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെ തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ നന്മ ചെയ്താൽ നിങ്ങളുടെ വിളവ് സമൃദ്ധമാകും, നിങ്ങളുടെ വയലുകൾ കുറ്റിയുള്ളതാകും, കാലിക്കൂട്ടം വർദ്ധിക്കും, നിങ്ങൾ സൗഭാഗ്യമുള്ളവരായിട്ട് മാറും, പ്രകൃതി നിങ്ങളോട് കനിയും, അങ്ങനെ നിങ്ങൾ സൗഭാഗ്യപൂർണരായി ജീവിക്കും. നിങ്ങൾ ദൈവത്തിന്റെ വചനം കേട്ടില്ലെങ്കിൽ 14 ശാപങ്ങളാണ്, നിങ്ങൾക്ക് വേദന ലഭിക്കില്ല. ഇത്തരം പ്രബോധനങ്ങൾ ആധുനിക കാലത്ത് വിശ്വാസത്തിനകമേ കുത്തിക്കയറ്റുന്ന അന്ധവിശ്വാസങ്ങൾ നമ്മൾ തിരിച്ചറിയണം. സഭ അന്ധവിശ്വാസത്തെ കുറിച്ച് കാറ്റഗിസത്തിൽ വ്യക്തമായി പഠിപ്പിക്കും. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് 2111 സഭ പഠിപ്പിക്കുകയാണ്, അന്ധവിശ്വാസം എന്നത് മതാവബോധത്തിന്റെയും അത് നിഷ്കർഷിക്കുന്ന ആചാരങ്ങളുടെയും അപഭ്രംശമാണ്. വിശ്വാസത്തിന്റെ യഥാർത്ഥ ബോധ്യത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നതാണ് അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്നത് കേവലം ബഹുദൈവാരാധനയോ അതല്ലെങ്കിൽ വിഗ്രഹാരാധനയോ മാത്രമല്ല, അന്ധവിശ്വാസം നമ്മുടെ വിശ്വാസങ്ങൾക്കകത്തുകൂടി നുഴഞ്ഞു കയറുന്ന ഒന്നാണ് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും അന്ധവിശ്വാസം നുഴഞ്ഞു കയറുന്നത് നമുക്ക് കാണാം. നമ്മൾ വിചാരിക്കും തിരുസ്വരൂപത്തിന് മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അപ്പൊ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സമൃദ്ധനാകുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം നമ്മൾ കരുതിയാൽ നിശ്ചയമായിട്ടും അവിടെ അപഭ്രംശം സംഭവിച്ചിട്ടുണ്ട്. ബാഹ്യാചാരങ്ങളിൽ ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല, ആന്തരികതയിൽ മാറ്റം ഉണ്ടായി. നമ്മുടെ ലക്ഷ്യബോധം ഒരു പ്രധാന വിഷയമാണ്. ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്, ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്, വിശ്വാസത്തിന്റെ പ്രതിഫലമായി ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അത് ദൈവം എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തരും എന്നുള്ളതാണോ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണെന്നും ദൈവപുത്രൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എന്റെ കുറവുകൾക്ക് പരിഹാരബലിയായി മാറി എന്നെ ദൈവരാജ്യത്തിലേക്ക് വീണ്ടെടുത്തു, അതുകൊണ്ട് നിത്യതയുടെ പാതയിലാണ് ഞാൻ എന്നതാണോ വിശ്വാസം? അഥവാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ സംപ്രീതനാകുന്ന ദൈവം എനിക്ക് ഭൗതിക നന്മകൾ നൽകും എന്നുള്ളതാണോ? ലക്ഷ്യം ആണ് മാർഗത്തെ സാധൂകരിക്കുന്നത്. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ആലോചിക്കണം. നമ്മുടെ ലക്ഷ്യം ഭൗമിക നേട്ടമായിരിക്കുകയും ആ ഭൗമികമായ നേട്ടത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ വഴിയെ നാം മുൻപോട്ട് പോവുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റു വിശ്വാസങ്ങളുമായി അതിന് ആന്തരികമായ ഒരു വ്യതിരിക്തതയില്ല.
ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളുടെ ആത്യന്തിക ലക്ഷ്യം നിത്യതയാണെന്നോ ക്രിസ്തുവുമായുള്ള ഐക്യമാണെന്നോ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലമാണെന്നോ കരുതുന്നതിന് പകരം എനിക്ക് താൽക്കാലികമായ നന്മകൾ നൽകുന്നവനാണ് ദൈവം. അതുകൊണ്ട് 14 കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഞാൻ അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ അനുഗ്രഹിക്കപ്പെടുകയാണോ ചെയ്യുക? കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ താൽക്കാലികമായ നേട്ടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക? കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രതിഫലം ഭൂമിയിൽ നാം പറ്റുമ്പോൾ യഥാർത്ഥ പ്രതിഫലത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. നന്മ ചെയ്തിട്ട് നന്മ സ്വീകരിച്ച ഈശോ പറയുന്നുണ്ട്, നന്മ ചെയ്തിട്ട് ഒരു നന്മ സ്വീകരിച്ച പ്രതിഫലം കിട്ടിക്കഴിഞ്ഞു. നന്മ ചെയ്തിട്ട് നിങ്ങൾക്ക് തിന്മയാണ് കിട്ടുന്നതെങ്കിൽ അപ്പോ ആ നന്മയുടെ മേലുള്ള നിങ്ങളുടെ എല്ലാ അവകാശവും നിങ്ങൾ മാറ്റി ഈ അവകാശം ഒന്നും നിങ്ങൾക്കുള്ളതല്ലെന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞു. അതുകൊണ്ട് നന്മയ്ക്ക് പകരം തിന്മ ലഭിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നു, സ്വർഗത്തിൽ സമ്പത്തുണ്ടാവുന്നു, ക്രിസ്തു അനുരൂപരായിട്ട് മാറുന്നു. യേശു ചെയ്ത നന്മ പ്രവൃത്തികൾക്കൊക്കെ അവന് ലഭിക്കുന്നത് കുരിശുമരമാണ്. വിശുദ്ധ പൗലോസ് രോഗികളെ സുഖപ്പെടുത്തുന്നു, അനേകർക്ക് സൗഖ്യവും സമാധാനവും കൊടുക്കുന്നു, പൈശാചിക തിന്മകളെ ബഹിഷ്കരിക്കുന്നു. പൗലോസിന് ലഭിക്കുന്നത് എന്താ? പൗലോസിന് ലഭിക്കുന്നത് കല്ലേറാണ്. ആദ്യം പൗലോസിനെ ആരാധിക്കാൻ അവർ വരികയാണ്. പൗലോസ് ദേവനാണെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസിനെ ആരാധിക്കാൻ വരികയാണ്. അങ്ങനെ ആരാധിക്കാൻ വരുന്നവരോട് നിങ്ങൾ ഏകദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, എന്നെ അല്ല ആരാധിക്കേണ്ടത്, ഞാനൊരു മനുഷ്യൻ മാത്രമാണ് എന്ന് പൗലോസ് വിളിച്ചു പറയുമ്പോൾ ഈ ജനക്കൂട്ടം ആരാധിക്കാൻ വന്ന, കാളകളുമായി ബലിയർപ്പിക്കാൻ വന്ന അതേ ജനക്കൂട്ടം തന്നെ വിശുദ്ധ പൗലോസിനെ കല്ലെറിയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭൗതികതയാണ് നമ്മുടെ നേട്ടങ്ങളാണ് യഥാർത്ഥ വിശ്വാസത്തിന്റെ പ്രത്യക്ഷമായ പ്രതിഫലം എന്ന് വന്നാൽ നിശ്ചയമായും അത് അന്ധവിശ്വാസം ചെന്ന് പതിക്കും. കാറ്റഗിസം തുടർന്ന് പഠിപ്പിക്കുന്നുണ്ട്, നാം ദൈവത്തിന് സമർപ്പിക്കുന്ന ആരാധനയെ പോലും അത് ബാധിക്കാവുന്നതാണ്. അപ്പൊ ആരാധന വേളകളൊക്കെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്, ഈ നിമിഷങ്ങളിൽ അത്ഭുതം സംഭവിക്കും എന്ന് നമ്മൾ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മാന്ത്രികത്വം അതിൽ ആരോപിക്കുന്നുണ്ട്. ദിവ്യകാരുണ്യം എടുത്തുള്ളിച്ചാണ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്, ദൈവാരാധനയാണ് നടത്തുന്നത്. പക്ഷെ ആരാധിക്കുന്നു എന്ന് നാം കരുതുന്ന സമയത്ത് പോലും ഒരു താൽക്കാലിക നന്മ അപ്പം നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. ഇപ്പോ അത്ഭുതം സംഭവിക്കും, ഇത് അത്ഭുത മണിക്കൂറാണ്, ഇപ്പോഴാണ് ഇത് സംഭവിക്കാൻ പോകുമെന്ന് പറയുമ്പോൾ ഈ ആരാധനയ്ക്കകത്ത് നമ്മളൊരു മന്ത്രവാദത്തെ തിരികെ കയറ്റുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ ഒരു അന്ധവിശ്വാസം അതിനകത്ത് അന്തർലീനമായിട്ടുണ്ട്. നാം ദിവ്യകാരുണ്യ സന്നിധിയിൽ പോയിരിക്കുന്നത് ദൈവവുമായുള്ള സഹവാസാനുഭവം നമുക്ക് ഉണ്ടാകാൻ വേണ്ടിയാണ്. തിരുവോസ്തി രൂപനായി അവിടുന്ന് വന്നിരിക്കുന്നു, ഞാനും ആ തിരുവോസ്തിക്കകത്തുള്ള ആളാണ്, ഞാനും ദൈവവും ഒന്നായിരിക്കുന്നു. ദൈവമേ, നീ ഭൂമിയിലുണ്ട്, ഞാനും നീയും ഒന്നാണ്, നമ്മൾ ഒന്നാണ്, ഞാനും ഒപ്പമായിരിക്കുന്നു, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഭോജ്യമായി മാറുകയാണ്, നീ മറ്റുള്ളവർക്കുള്ള ഭക്ഷണമായി മാറാനാണ് എന്റെ വിളി. നീ എനിക്ക് ഭക്ഷണമായി മാറിയതിലൂടെ നീയും ഞാനും ഒന്നായി തീർന്നതുപോലെ ലോകം ഈ നന്മ അനുഭവിക്കണം എന്ന ധാരണയോ എന്ന പ്രാർത്ഥനയോ അല്ല യഥാർത്ഥത്തിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ സന്നിധി പോലും നടക്കുക. ദിവ്യകാരുണ്യ സന്നിധി പോയി ഞാനിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം നടക്കും എന്ന് ഞാൻ പറയുമ്പോൾ അതിനകത്തൊരു മാന്ത്രികത, ഒരു അത്ഭുതം സംഭവിക്കും എന്ന പ്രതീക്ഷ ഞാൻ വയ്ക്കുന്നു. അത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസമാണ് എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിയമപരവും അത്യാവശ്യമായ ചില ആചാരങ്ങൾക്ക് ചിലർ മാന്ത്രികത്വം കൽപ്പിക്കുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത് 101 പ്രാവശ്യം വെഞ്ചിരിച്ച കുരിശാണ്, ഇത് കുർബാനയ്ക്കിടയിൽ വെഞ്ചിരിച്ചതാണ്. ഒരു മാന്ത്രികത്വം ആരോപിക്കാൻ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വളരെ വിശ്വാസത്തിന്റെ ഉന്നതമായ കാര്യങ്ങൾ പറയണമെന്ന് തോന്നും. ഈ ഒലിവെണ്ണ കർത്താവിന്റെ അൾത്താരയിൽ വെച്ച് കുർബാനയ്ക്കിടയിൽ ആശീർവദിച്ചതാണ്, ഇത് കഴിക്കുമ്പോൾ രോഗസൗഖ്യം ഉണ്ടാവുന്ന പറയുമ്പോൾ അതിന് മാന്ത്രികത്വം ആരോപിക്കലാണ്. അങ്ങനെയാണത് മന്ത്രവാദ സമാനമായിട്ട് തരുന്നത്. പ്രത്യക്ഷത്തെ നോക്കുമ്പോൾ വിശ്വാസമാണ് പ്രഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്, ക്രിസ്തുവിന്റെ അത്ഭുത ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. ഒന്നും മോശമായിട്ടല്ല. പക്ഷെ ഈ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നിയമപരമായ അത്യാവശ്യമായ ഈ ആചരണത്തെ ഒരു മാന്ത്രികത്വം ഉള്ളതാക്കി പരിവേഷമുള്ളതാക്കി മാറ്റും. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വെച്ച് വെഞ്ചരിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കൊന്നും കുർബാനയല്ലേ, ആശീർവാദമല്ലേ, സഭയുടെ ആശീർവാദമല്ലേ, 12 പ്രാവശ്യം ആശീർവദിച്ചതാണ് എന്നൊരു പുരോഹിതൻ പറയുമ്പോൾ കേട്ട് നിൽക്കുന്ന ആൾക്ക് തോന്നും, 12 പ്രാവശ്യം ആശീർവദിച്ചതാണ്. ഇത് മന്ത്രം ഒരുക്കഴിക്കുന്ന പ്രവൃത്തിയല്ല. ആശീർവാദങ്ങളെല്ലാം ഉദാശകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ്. ഓരോ ആശീർവാദവും നമ്മുടെ മാമോദീസ നടത്തുന്നതാണ്. അതൊരു കൊച്ചച്ഛൻ നടത്തിയാലും മാർപ്പാപ്പ നടത്തിയാലും തുല്യമാണ്. ആശീർവാദമല്ല ഒരുപോലെയാണ്. ഇത് റോമിൽ നിന്നുള്ളത് കൊന്തയാണ്, ഇത് മാർപ്പാപ്പ ആശീർവദിച്ച കൊന്തയാണ്.
മാർപ്പാപ്പയെ നമുക്ക് അടുത്ത് കാണാൻ പറ്റാത്തതുകൊണ്ട് മാർപ്പാപ്പയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന് കൊന്തയെന്ന് പറയുമ്പോൾ അതിലൊരു താല്പര്യമൊക്കെ ഉണ്ടാകാം. കേവലമായ വൈകാരികത മാത്രമാണത്. വാസ്തവത്തിൽ ആശീർവാദത്തിന്റെ ശക്തി എന്താണ്? സഭയുടെ ആശീർവാദമാണ്, അത് ക്രിസ്തുവിന്റെ ആശീർവാദമാണ്. അങ്ങനെ സഭയുടെ ആശീർവാദമാണ്, ക്രിസ്തുവിന്റെ ആശീർവാദമാണ് എന്ന പരമനന്മയെ മറച്ചു വെച്ച് ഇതില് ഇങ്ങനെ ഒരു മാന്ത്രികത്വം അല്ലെങ്കിൽ ഒരു അത്ഭുത സിദ്ധി നമ്മൾ ആരോപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് അന്ധവിശ്വാസമാണ്. കുർബാന അർപ്പിക്കപ്പെടുമ്പോൾ കുർബാനയ്ക്കകത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്തിയാൽ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് കുർബാനയെ കുറിച്ചൊരു തെറ്റിദ്ധാരണ ഉണ്ടായി കുർബാന അന്ധവിശ്വാസമായിട്ട് മാറും. യഥാർത്ഥത്തിൽ അപ്പോഴും കുർബാന വിശ്വാസത്തിന്റെ അനുഷ്ഠാനമാണ്. ആ വിശ്വാസ അനുഷ്ഠാനത്തെ വിശ്വാസ വിരുദ്ധമാക്കി മാറ്റാൻ എളുപ്പത്തിൽ കഴിയും. അതുകൊണ്ടാണ് വിശ്വാസത്തിൽ വീഴ്ച ഉണ്ടാവരുത്, വിടർച്ചകൾ ഉണ്ടാകരുത്. കുർബാന എന്ന് പറയുന്നത് അത്ഭുതം സംഭവിക്കുന്ന ഒരു സ്ഥലമല്ല. കുർബാന എന്ന് പറയുന്നത് എന്നെ തന്നെ ക്രിസ്തുവിൽ പിതാവായ ദൈവത്തിന് ആരാധനയായി സമർപ്പിക്കുക വഴി ക്രിസ്തുവിന്റെ യാഗവുമായി ഒന്നുചേരാനുള്ള അവസരമാണ്. അങ്ങനെ ഒന്നുചേരുന്നതിലൂടെ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നാം എത്തിച്ചേരുന്നു. നിത്യത ആരംഭിക്കുകയാണ്, നിത്യതയുടെ ജീവിതം ആരംഭിക്കുകയാണ്. നിത്യതയുടെ ജീവിതത്തിലാണ് നമ്മളെന്ന ബോധ്യത്തിലേക്ക് ഉയർന്ന് ബലിവേദിയിൽ നിന്ന് ജീവിതത്തിലേക്ക് ഈ സ്നേഹത്തിന്റെ പരിപൂർണതയുമായി വിഭജിച്ചു കൊടുക്കൽ ശേഷിയുമായി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നു, ക്രിസ്തുവുമായി ഐക്യപ്പെട്ടവർ. അതുകൊണ്ട് ലോകത്ത് ക്രിസ്തുവായി ജീവിക്കാൻ നമ്മെ ബലപ്പെടുത്തേണ്ട കൂദാശയെ ഒരു അത്ഭുത പ്രവർത്തനത്തിന്റെ കേന്ദ്രമായി തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത് വിശ്വാസ വിരുദ്ധമാണ്, ഇത് അന്ധവിശ്വാസമാണെന്ന് സഭയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പെട്ടെന്ന് കേട്ടാൽ എല്ലായിടത്തും കുർബാനയ്ക്ക് പോകുന്നു, അതുപോലെ തന്നെയാണെന്ന് കരുതും. ഒരു സഹോദരി ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല, മുട്ടുവേദനയാണ്. നമ്മെ പണ്ട് കാണാവുന്നൊരു സഹോദരിയാണ്, ഞായറാഴ്ച കുർബാനയ്ക്ക് പോകാൻ കഴിയുന്നില്ല. അപ്പൊ സംസാരിച്ചു എന്ന കൂട്ടത്തിൽ ചോദിച്ചു, പിന്നെ അപ്പൊ കുർബാനയ്ക്കും കൂദാശയ്ക്കൊന്നും പോകാതെ എന്ത് ചെയ്യും? കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? അത് ഞാൻ തിങ്കളാഴ്ച പോകുന്നുണ്ട് ബ്രദറെ. അതെവിടെയാണ്? അതൊരു നവനാമ കേന്ദ്രത്തിലാണ്. ഞായറാഴ്ച കടമുള്ള ദിവസമാണെന്ന് സഭ പ്രഖ്യാപിക്കുകയും നമ്മുടെ ജീവിതത്തിന്റെ പ്രാരംഭമായി കണക്കാക്കാവുന്ന ഒരു ദിനമായി കരുതുകയും വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ നമ്മെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന സാപത്ത് ആചരണം വേണ്ടെന്ന് വയ്ക്കുന്നു. എന്നിട്ട് തിങ്കളാഴ്ച ദിവസം ദൂരെയുള്ള മറ്റൊരു ദേവാലയത്തിൽ പോയി ബലിയർപ്പണത്തിൽ പങ്കുചേരുന്നു. ആഴ്ചയിൽ കുർബാന അർപ്പിക്കുന്നുണ്ടല്ലോ എന്നാണ് പെട്ടെന്ന് അയാൾ കരുതുക. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഇവിടെ പോയാൽ കാര്യം നടക്കുമെന്ന ചിന്തയാണ്. അങ്ങനെ വരുമ്പോൾ അയാൾ കുർബാനയ്ക്ക് പോകുന്ന അന്ധവിശ്വാസമായിട്ടാണ്. ഇന്ന ധ്യാനകേന്ദ്രത്തിൽ പോയി ഇന്ന പ്രാർത്ഥന ചൊല്ലിയാൽ, ഇന്ന ധ്യാനത്തിൽ പങ്കെടുത്താൽ, ഇങ്ങനെ ജീവിച്ചാൽ ഒരു അത്ഭുതം സംഭവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ സുവിശേഷ പ്രഘോഷണത്തെയും ധ്യാനമാർഗത്തെയും വിശുദ്ധ കുർബാനയെയും നമ്മുടെ വിശ്വാസത്തെയും അസ്ഥിരപ്പെടുത്തുകയാണ്. എന്നിട്ട് അതൊരു മന്ത്രവാദ സമാനമുള്ള ഒന്നാക്കി മാറ്റുന്നു. നിങ്ങൾ ഈ ഉപ്പ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് തടസ്സവും മാറും. അതുകൊണ്ട് ഉപ്പ് വെള്ളത്തിൽ കലക്കി പരീക്ഷിക്കുവാനും കുടിക്കുക. വിസ കിട്ടാൻ വേണ്ടി കൗൺസിലേറ്റ് ചെല്ലുമ്പോൾ അവിടെ തറയിൽ ഉപ്പ് വിതറുക. വിസ കിട്ടാത്തതിന് വിസയുടെ കോപ്പി അയച്ചിട്ട് ആ കോപ്പിയിൽ ഉപ്പ് വിതറി പ്രാർത്ഥിക്കുക. ഇപ്പൊ എവിടെ പോയി? അപ്പോ അന്ധവിശ്വാസത്തിലേക്ക് പതിച്ചു. വിസ കിട്ടാനും കാര്യങ്ങൾ നടക്കാനും ഈ ഉപ്പ് ഉപയോഗിക്കാം. ആശീർവദിച്ച ഉപ്പാണ്, ഇതിന് ശക്തിയുണ്ട്, ഇത് ഉപയോഗിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും. ഈ കാശുരൂപം പിടിച്ചാൽ പ്രസാദപര മാതാവ് കൂടെ വരും, അത്ഭുതം സംഭവിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം മാമോദീസ വഴി ദൈവം നമ്മുടെ അകമയെന്നും നാം ദൈവത്തിലെന്നും അങ്ങനെ ക്രിസ്തുവിലായി നാം നന്മയുടെ വഴിയിലാണെന്നും നിത്യതയുടെ പാതയിലുമാണെന്നും യഥാർത്ഥ വിശ്വാസം നഷ്ടപ്പെടുകയും നാം കേവലമായ ഈ വസ്തുവിലേക്ക് ഒതുങ്ങുകയും ചെയ്യും. നാം പോലും അറിയാതെ മന്ത്രവാദ സമാനമായ വിഗ്രഹാരാധന രൂപത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് വിശ്വാസം, അവർക്ക് അവരുടെ വിശ്വാസം, മറ്റവർക്ക് അവരുടെ വിശ്വാസം, അങ്ങനെ വിശ്വാസമില്ല. സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് പറയുന്നത് ഏകമാണ് വിശ്വാസം. സഭയുടെ വിശ്വാസത്തിന്റെ കൂട്ടായ്മയിലാണ്. വിശ്വാസം സഭയാണ് പകർന്നു നൽകിയത്. അതുകൊണ്ട് സഭയുടെ വിശ്വാസമാണ് ഏറ്റു പറയുന്നത്. സഭ അങ്ങനെ വിശ്വാസത്തിന്റെ മാതാവാണ്. സഭ മാതാവാണെങ്കിൽ ദൈവം പിതാവായി വരും. സഭ പഠിപ്പിക്കുന്നതാണ്. യേശുവിന്റെ ശരീരമാവുന്ന സഭ ഈ ലോകത്ത് എങ്ങനെയാണ് തന്നെ വെളിപ്പെടുത്തുന്നത്? നമ്മുടെ ജീവിതത്തിലൂടെയാണ്, നന്മ പ്രവർത്തികളിലൂടെയാണ്. ഈ നന്മ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും തിരികെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല, ക്രിസ്തുവിനെ വെളിപ്പെടുത്തുകയാണ്, ദൗത്യമാണ്. സഭ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു 14 മനോഗുണ പ്രവൃത്തികൾ. ഈ 14 പ്രവൃത്തികളിലൂടെ നാം നിരന്തരമായി മറ്റുള്ളവർക്ക് നന്മ ചെയ്തും മറ്റുള്ളവരെ സ്വീകരിച്ചും അവരിന് വേണ്ടി ജീവിച്ചും മുൻപോട്ട് പോകേണ്ടതുണ്ട്. ഇതൊരു കടമയായിട്ട് നമ്മൾ കാണാൻ പറ്റണം. മനോഗുണ പ്രവൃത്തികൾ 14. അവിടെ നമ്മൾ പറയും, വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് കുടിക്കാൻ കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം ധരിപ്പിക്കുക, പാർപ്പിടമില്ലാത്തവന് വസതി സ്വീകരിക്കുക. 7 കാര്യങ്ങൾ ശാരീരികങ്ങളും 7 കാര്യങ്ങൾ ആത്മീയങ്ങളും.
ഈ 14 കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നിത്യത അവകാശമാക്കിയ ജനമെന്ന ബോധ്യത്തോടെ മുൻപോട്ട് പോകേണ്ടതിന് പകരം ഇതിലേതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ ദൈവം എന്റെ ജീവിതത്തിലെ കഷ്ടത മാറ്റിത്തരും, രോഗം മാറ്റിത്തരും, തകർച്ച മാറ്റിത്തരും, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും, ദൈവം കടക്കാരനായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോഴും നാം അടിമ ഉടമ ബന്ധത്തിലാണ്. ദൈവത്തെ പിതാവായി കാണാനും ക്രിസ്തുവിനാണ് നമ്മുടെ വിശ്വാസം എന്നേറ്റ് പറയാനും നമുക്ക് കഴിയാതെ പോകുന്നുവെന്നാണ്. ഒരു തവണ ആശീർവദിക്കുമ്പോൾ തന്നെ ഒരു വസ്തു വിശുദ്ധീകരിക്കപ്പെടുന്നു. വീണ്ടും വീണ്ടും 12 തവണ ആശീർവദിക്കുന്നു എന്ന് പറയുമ്പോഴും സാധാരണ ഉള്ളതിനേക്കാൾ ഫലദായകത്വം ഉള്ളതായി അതിനെ തെറ്റിദ്ധരിക്കുന്നു. അതിനെക്കുറിച്ച് സഭ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രാർത്ഥനകളുടെയോ കൗദാശിക അനുഷ്ഠാനങ്ങളുടെയോ ഫലദായകത്വം അവ ആവശ്യപ്പെടുന്ന ആന്തരിക മനോഭാവങ്ങളെ അവഗണിച്ച് ബാഹ്യമായ അനുഷ്ഠാനത്തിൽ ആരോപിക്കുന്നതും അന്ധവിശ്വാസത്തിൽ നിബന്ധിക്കലാണെന്ന് സംഭവിക്കും. അതുകൊണ്ട് ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടാൻ തീരുമാനിച്ചു. അവിടെ നിന്ന് കുറെ ജീവിതക്രമങ്ങൾ, വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കാനുള്ള ക്രമങ്ങൾ നമുക്ക് നൽകണം. നിങ്ങൾ കുമ്പസാരിക്കണം, രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കണം, തിരുവചനം വായിക്കണം, നിങ്ങൾ നന്മ പ്രവൃത്തികൾ ചെയ്യണം, മറ്റുള്ളവരെ സഹായിക്കണം, നിങ്ങൾ സുവിശേഷ വേല ചെയ്യണം, അതിന് ഈ പത്രം നിങ്ങൾ കൊണ്ടു കൊടുക്കണം. ഇതൊക്കെ പറയുമ്പോൾ കേൾക്കുന്നതിലൊന്നും ഭാഗത്ത് നമുക്ക് തോന്നില്ല. പക്ഷെ ഇതെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് എന്താണ്? 6 നിയോഗം വെച്ചിട്ടുണ്ട്. ഈ 6 നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ്. 6 നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഈ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രവൃത്തികൾ നന്മയായിട്ടല്ല മാറുന്നത്, കൈക്കൂലി പോലെയാണ്. ഇവയൊക്കെ ചെയ്താൽ നന്മ കിട്ടും. കുമ്പസാരിക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ഇപ്രകാരം ഏതെങ്കിലും കാര്യം കാണാൻ വേണ്ടിയാണ്. നമ്മൾ കുമ്പസാരത്തെ കുറിച്ച് ആലോചിക്കും. കുമ്പസാരം എന്ന് പറയുന്നത് എപ്പോ ചെയ്യുന്നതാണ്? കുമ്പസാരം എന്ന കൂദാശയിൽ നാം പങ്കുചേരുന്നത് ആത്മാനുതാപം ഉണ്ടായി ദൈവത്തോട് ഒന്നുചേരേണ്ടതിന്റെ ആവശ്യകത ബോധ്യം വന്ന് ഈ അകലം തിരിച്ചറിഞ്ഞ് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ അണയുന്നതാണ് കുമ്പസാരം. അതൊരു കാര്യം കാണാൻ വേണ്ടിയാവുമ്പോഴും, അതായത് ഞാനൊരു തെറ്റ് ചെയ്തു ഒരാളോട്, ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറി, നിങ്ങൾക്ക് ഒരു കാര്യം സാധിക്കാനുണ്ട് എന്ന ബോധ്യം വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ ചെയ്ത തെറ്റിനൊരു ക്ഷമ പറയുന്നു. ക്ഷമ പറഞ്ഞ് തുടർന്ന് ഞാൻ പറയാണ്, എനിക്കൊരു കാര്യം നിങ്ങൾ നടത്തി തരണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ബോധ്യമായി? ഈ കാര്യം കാണാൻ വേണ്ടിയാണ് ക്ഷമ പറഞ്ഞ് മഹാൻ എൻ്റെ അടുത്ത് വന്നതെന്ന് ബോധ്യമായില്ലേ? എല്ലാം അറിയുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ, സകലം വെളിവായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ അവനവനെ തന്നെ ഏറ്റുപറഞ്ഞ് കുറവുകളും കുറ്റങ്ങളും ഏറ്റുപറഞ്ഞ് ക്ഷമയാചിക്കാൻ ചെല്ലുന്നയാൾ അയാളുടെ ഉള്ളിൽ താല്പര്യം വെച്ചിട്ടുള്ളത് ഞാനിങ്ങനെ ക്ഷമയാചിച്ചു കഴിയുമ്പോൾ നിന്നെ കൊണ്ട് കാര്യം സാധിച്ചെടുക്കാൻ കഴിയുമെന്നതാണെങ്കിൽ അത് ദൈവത്തെ കബളിപ്പിക്കലാകില്ലേ, കപടമാകില്ലേ ആ കുമ്പസാരം? കുമ്പസാരം ജനുവിനാകുന്ന എപ്പോഴാണ്? ഒരു ബാഹ്യപ്രേരണയില്ലാതെ, ആരുടെയും സമ്മർദ്ദം ഇല്ലാതെ, വ്യക്തിപരമായി ദൈവവും ഞാനും തമ്മിലുള്ള അകലം തിരിച്ചറിഞ്ഞും സഹോദരങ്ങളോട് ഞാൻ ചെയ്തു പോയ തെറ്റ് ക്രിസ്തുവിനോട് തന്നെ ചെയ്ത് തെറ്റാണെന്ന ബോധ്യത്തിലും യഥാർത്ഥ മനസ്താപം ഉണ്ടാവുന്ന കാര്യമാണ്. ഇനി യഥാർത്ഥ മനസ്താപം ഉണ്ടാകുന്നില്ലെങ്കിൽ പോലും അത് നരകം കിട്ടും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ന ഭയവുമാകാം. അതിൽ കവിഞ്ഞ് എന്തെങ്കിലും ഒരു കാര്യം ലക്ഷ്യമായിട്ട് കുമ്പസാരത്തിന്റെ പുറകിലുണ്ടാവുമ്പോഴോ കുമ്പസാരം അവാസ്തവികമായിട്ട് മാറും. യഥാർത്ഥ അനുതാപത്തി എന്നല്ല, കേവലാനുതാപത്തി എന്ന് പോലും അല്ല, അതൊരു കാര്യം കാണാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ മദ്യം ഉപേക്ഷിക്കുന്നു. മദ്യം ഉപേക്ഷിക്കുന്ന പല കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കാം. രോഗം വരും എന്ന് ഭയന്ന് ഉപേക്ഷിക്കുന്നവരുണ്ട്. കുടുംബസമാധാനം പോകുമെന്ന് ഭയന്ന് ഉപേക്ഷിക്കുന്നവരുണ്ട്. ഇനി സമൂഹത്തിൽ മാന്യനാണ്, മറ്റുള്ളവർ എന്നെ അവമതിക്കും, അതുകൊണ്ട് വേണ്ടെന്ന് വയ്ക്കുന്നവരുണ്ട്. ഇനി നരകത്തിൽ പോകും ഇങ്ങനെ ചെയ്താൽ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. നമ്മുടെ ഭൗതികമായ താല്പര്യത്തെ, ഒരു ലോക സുഖത്തെ നമ്മൾ കൈവിടുന്നത് ഈശോയുള്ള സ്നേഹത്തെ പ്രതിയാകുമ്പോൾ മാത്രമേ അത് പുണ്യവഴിയിലുള്ള ചരിക്കലാവൂ. എനിക്കൊരു വിസ കിട്ടാനുണ്ട്, ആ വിസ കിട്ടാൻ തടസ്സമായി നിൽക്കുന്ന പല കാര്യങ്ങൾ, അതിലൊരു തടസ്സമായിട്ട് ഈ പറഞ്ഞ കണിയാൻ ബ്രദർ അല്ലെങ്കിൽ കണിയാൻ ഫാദർ പറഞ്ഞത് നിങ്ങൾ മദ്യപാനം നിർത്തിയാൽ നിങ്ങളുടെ കാര്യം നടക്കുന്നതാണ്. പിന്നെ മദ്യപാനം നിർത്തി എന്തിനു വേണ്ടിയാ? അത് കാര്യം കാണാൻ വേണ്ടിയാ. അതല്ലാതെ ഈ ലോകസുഖം ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ നിന്ന് അകറ്റുന്നു എന്ന ബോധ്യമല്ല. ഇത് ലോകത്തുള്ള ക്രമവിരുദ്ധമായ സ്നേഹമാണെന്ന ബോധ്യമല്ല. അങ്ങനെ കുമ്പസാരിക്കുന്നു. ആ കുമ്പസാരം വാസ്തവികമാണ്. ആ കുമ്പസാരം യഥാർത്ഥ അവാസ്തവികമായ കുമ്പസാരം, ഹൃദയപരമായ ബോധ്യമില്ലാത്ത കുമ്പസാരമാണ്. ഇനി മറ്റുള്ളവർക്ക് വേണ്ടി നന്മ ചെയ്യുന്നു, കയ്യിലുള്ളതൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു. എന്തിനും പ്രതിയാ? ഞാനിങ്ങനെ കൊടുത്താൽ ഇരട്ടി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ, സ്വസ്ത്ര കാഴ്ചയിടുന്ന പോലെ. അപ്പൊ അവിടെ
നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കേവലമായ ലക്ഷ്യം നമ്മളോട് വയ്ക്കുന്നുണ്ട്. ഈ താൽക്കാലിക ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യുന്ന പ്രവൃത്തി അന്ധവിശ്വാസമാണെന്നറിയണം. അതല്ലാതെ ഓരോരുത്തരുടെ വിശ്വാസം അങ്ങനെ ഒരു വിശ്വാസം ഇല്ല. അങ്ങനെ വിശ്വസിക്കാൻ സാധ്യമില്ല. അങ്ങനെ വിശ്വസിക്കാനാണെങ്കിൽ വിശ്വാസം സ്വീകരിച്ച നാം, മാമോദീസ വഴി വിശ്വാസം സ്വീകരിച്ച നാം ഏക വിശ്വാസത്തിലാണെന്ന് പറയാൻ കഴിയില്ല. ശിലത്തും പ്രിയപ്പെട്ടവരെ, ദൈവത്തെ പ്രതി മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുമ്പോൾ അതിന് കടം വെക്കുന്നില്ല ദൈവം. ദൈവം എല്ലാം അപ്പൊ തന്നെ നമുക്ക് നിറവേറ്റി തരും, അമർത്തി കുലുക്കി നിറച്ചളന്ന് നമ്മുടെ മടിയിലിട്ട് തരും എന്ന് പറയുന്നത് വചനത്തെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് നമ്മുടെ താല്പര്യത്തിനായിട്ട് ഉപയോഗിക്കലാണ്. വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടത് കഷ്ടതയും സഹനവും രോഗവും ദുരിതവും ഒക്കെ ഈ ലോകത്തിന്റെ സ്വാഭാവികതയാണ്. അവയെല്ലാം ഉണ്ടാകും. ഒന്ന് മാറിയാൽ മറ്റൊന്നും. അല്ലാതെ എന്നേക്കുമായി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരു ജീവിതമില്ല. ഒരു രോഗവുമില്ലാത്ത ശരീരം ജീവനില്ലാത്ത ശരീരമാണ്. ഒരു രോഗവുമില്ലാത്ത ശരീരം ജീവനില്ലാത്ത ശരീരമാണ്. ഒരു വേദനയും ഇല്ലാത്ത ശരീരം ജീവനില്ലാത്ത ശരീരമാണ്. ഒരു പ്രശ്നവുമില്ലാത്ത ജീവിതം മനുഷ്യ ജീവിതമല്ല, അത് കഥയാണ്. വിശ്വാസം പ്രഘോഷിച്ച സ്ത്രീകന്മാരാകട്ടെ വിശുദ്ധാത്മാക്കളാകട്ടെ സഹന വഴിയിലൂടെയാണ് പോയത്. എന്തുകൊണ്ടാണ് ഇത്രയേറെ നന്മ പ്രവർത്തികൾ ചെയ്ത ആളുകൾ കഷ്ടതയിലായത്? കുഷ്ഠരോഗികളെ നോക്കിയ വിശുദ്ധ ഡാമിയന് കുഷ്ഠം വന്നത് എങ്ങനെ? തന്നെ സമർപ്പിച്ച് ജീവിതം മുഴുവൻ അർപ്പിച്ച് 10-16 വയസ്സായപ്പോ കന്യാമഠത്തിന് മിണ്ടാമഠത്തിനകത്ത് പ്രവേശിച്ച വിശുദ്ധ കൊച്ചുദേശയാണ് ക്ഷയരോഗിയായി മരിച്ചത് എങ്ങനെ? എന്റെ പ്രാണനാഥന് വേണ്ടി ജീവിതം എന്ന് പറഞ്ഞ വിശുദ്ധ അൽഫോൻസ മഹോദര രോഗിയായത് എങ്ങനെ? കഷ്ടതയും സഹനവും ക്ലേശവും ഒക്കെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുകയും സഹന നിമിഷങ്ങളിൽ ക്രിസ്തുവോട് ഐക്യം പ്രഖ്യാപിക്കുകയും സഹനമെന്ന പ്രലോഭനത്തെ അതിജീവിക്കാൻ ക്രിസ്തുവിനെ ചേർത്ത് പിടിക്കുകയും ചെയ്ത ആളുകളാണ് വിശുദ്ധാത്മാക്കൾ. ആ വഴിയിൽ ചരിക്കാൻ വിളിക്കപ്പെട്ട നമ്മുടെ കാര്യം കാണാൻ വേണ്ടി എവിടെയെങ്കിലുമൊക്കെ പോയി അവർ പറയുന്ന നന്മ പ്രവൃത്തി ചെയ്താൽ ദൈവം കനിഞ്ഞ് അനുഗ്രഹിക്കുമെന്നും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ വിശ്വാസ വിരുദ്ധമായിട്ടാണ്, അന്ധവിശ്വാസത്തിലാണ് ജീവിക്കുന്നത് തിരിച്ചറിയണം. നിങ്ങളുടെ അകമയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയണം. നിങ്ങളുടെ അകമയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിൽ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള കരുത്താർജിക്കാൻ വേണ്ടത് പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്കതിന് സാധിക്കും. കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും വളർത്തും. അങ്ങനെ പ്രത്യാശ പരിശുദ്ധാത്മാവിൽ ഈ ലോകത്ത് ജീവിക്കാൻ കരുത്ത് നൽകും. നമ്മുടെ വിശ്വാസ ബോധ്യം അതാണ്, സഭയുടെ ബോധ്യമാണ്. ആ സഭയുടെ ബോധ്യത്തിനകത്ത് ഉറച്ചു നിൽക്കാനും വിശ്വാസത്തിന് പ്രഘോഷകരായി മാറാനും വിളിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങളൊന്ന് ഓർക്കണം. അതുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിലും അബദ്ധങ്ങളിലും കുടുങ്ങാതെ യഥാർത്ഥ വിശ്വാസ വഴിയെ ജനിക്കാൻ തീരുമാനിക്കണം. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുന്നവയാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ലോകത്ത് തന്നെ ക്രിസ്തുവുമായി എന്നെ ഐക്യപ്പെടുത്തുന്നവയാണ്. അവൻ നന്മ ചെയ്തു എന്നിട്ട് പ്രഹരമേറ്റു. അവൻ മറ്റുള്ളവർക്ക് ഉയർപ്പ് നൽകി അവനെ കൊല്ലാൻ വിധിക്കുന്നു. അപ്രകാരം സഹന വഴിയിലൂടെ കടന്നു പോകുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ പീഡിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ തിമോത്തിയോസ് വചനം ഓർക്കണം. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം പീഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് സഹനങ്ങളെ, ക്ലേശങ്ങളെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ജീവിക്കാൻ കരുത്താർജിക്കുകയാണ് വേണ്ടത്. അങ്ങനെ കരുത്തോടെ ജീവിക്കുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കാൻ കഴിയും. അങ്ങനെ അതിജീവിക്കുന്ന നിങ്ങൾ ഈ ലോകത്തിന്റെ ഒന്നിനെയും ഭയപ്പെടാതെ, ഒരു അധികാരത്തെയും ഒരു ശക്തിയെയും ഒരു പീഡനത്തെയും ഭയപ്പെടാതെ ഉജ്ജ്വലമായ വിശ്വാസത്തിന്റെ ദീപങ്ങളായി പ്രശോഭിക്കും. അങ്ങനെ പ്രശോഭിക്കാനാണ് കർത്താവ് നമ്മെ വിളിച്ചിട്ടുള്ളത്. കർത്താവിൽ നാം ഒന്നായിട്ടുള്ളത്. ഈ വിശ്വാസത്തോടെ സഭയ്ക്കകത്ത് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനാവശ്യമായ കൃപാവരം പരിശുദ്ധാത്മാവിലവർക്കും സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.